സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ എടുക്കാൻ പോണത്. ഫോക്കസ് ഓൺ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്ഫിയർ ഓഫ് വുമൺസ് ലൈഫ്. പെണ്ണിൻ്റെ പ്രൈവറ്റ് സ്വകാര്യ ജീവിതവും പൊതുജീവിതവും രണ്ടും സ്പർശിക്കുന്ന സാധനമാണ്. അതിൽ രണ്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ലിബറേഷൻ ക്യാൻ അച്ചീവ് ബൈ വർക്കിംഗ് ബോത്ത് എക്കണോമിക് ആൻഡ് കൾച്ചർ ലൈഫിലെ ഒരു സ്ത്രീക്ക് പുരോഗതി ഉണ്ടാകുന്നത് അവിടെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പുരോഗതിയിലൂടെ മാത്രമേ സ്ത്രീക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. സോഷ്യലിസ്റ്റ് ഫെമിനിസം നാശു ഉടലെടുക്കുന്നത് മാർക്സിസം എന്നാണ്. മാർക്സിസത്തിൻ്റെ ചില ആശയം എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ ഈ ഒരു ഹെയറാർക്കിയിൽ ശ്രേണിയിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് നിരന്തരം ചൂഷണം, ക്ലാസ് വർഗം നടത്തിൽ ചൂഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നാണ് അവരുടെ ആശയം അല്ലേ. അപ്പോൾ അവരുടെ ആധിപത്യം കൊണ്ട് ഈ സമൂഹത്തിലെ തൊഴിലാളികളും മറ്റൊക്കെ ആധിപത്യം നേടിക്കൊണ്ട് സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതി ഉണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽപ്പെടുന്ന ഈ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് പുരോഗതി ഉണ്ടാകും. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പുരോഗതി സ്ത്രീകളുടെ പുരോഗതിയിലൂടെയാണ്. അപ്പോൾ ക്ലാസ് എന്ന അർത്ഥത്തിൽ അവരെന്തായി ഈ ജെൻഡറിനെയും കണ്ടു. മുതലാളി തൊഴിലാളി എന്നതുപോലെ ആൺ പെൺ എന്നത് ഒരു ക്ലാസ് എന്ന അർത്ഥത്തിൽ കണ്ടു. ഓക്കെ, അതാണ് ഇതിൽ ഉടനീളം പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ലിങ്ക് ബിറ്റ്വീൻ ഫീമെയിൽ സബ്സർവൻസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് വുമൺ അല്ലേ. സ്ത്രീകളുടെ പുരോഗതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ ക്യാപിറ്റലിസ്റ്റ് മോഡ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് വുമൺ അല്ലേ, സ്ത്രീകളുടെ സാമ്പത്തികമായിട്ട് സ്ത്രീകൾ നേടുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രമേ സ്ത്രീക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ആശയപ്രകാരം പറയുന്നത്. ഇതിൽ എഴുതിയ ആളുകളാണ് മാർക്സ്, എംഗൽസ്, കമ്മ്യൂണിസ്റ്റ് അല്ലേ, കിൽമാൻ, കൊളണ്ടായി, ഐൻസ്റ്റീൻ, ഇവരൊക്കെ ഈ ഫീൽഡിൽ എഴുതിയ റൈറ്റേഴ്സാണ്. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ലിങ്ക്സ് ദ ഒപ്രഷൻ ഓഫ് വുമൺ ടു മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സ് അബൌട്ട് എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ ആൻഡ് ലേബർ അല്ലേ. സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതായത് മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സ് സാധാരണ കാസ്റ്റ് വർഗ്ഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അവിടെ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അതിനോട് ലിങ്ക് ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു. സ്ത്രീകൾ ലേബറിൽ തൊഴിൽ രംഗത്ത് സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നു. ആ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ അനുഭവിക്കുന്ന അതേ സ്ഥാനമാണ് ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ആൻഡ് ഇൻ വർക്ക് പ്ലേസ് ആൻഡ് ഡൊമസ്റ്റിക് ഏരിയാസ് ഹോൾഡ് ബൈ വുമൺ അല്ലേ. അപ്പോൾ സ്ത്രീകളുള്ള ഡൊമസ്റ്റിക് ഏരിയാസിലും സ്ത്രീകളുടെ വർക്ക് പ്ലേസും അതൊക്കെയാണ് ഇവിടെ ഏരിയ. സ്ത്രീകളുടെ ജോലി സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ വീടകങ്ങൾ അതൊക്കെ ഒരു ഏരിയ. പാട്രിയാർക്കി ഡിമിനിഷസ് വുമൺ ഫ്രം പ്രോസ്റ്റിറ്റ്യൂഷൻ, ചൈൽഡ് കെയർ, ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് ചൈൽഡ് കെയർ സബ്സ്റ്റാൻഷ്യൽ വർക്ക് നേടൂല. അതായത് പാട്രിയാർക്കി, പുരുഷ മേധാവിത്വ സമീപനം പലപ്പോഴും സ്ത്രീകളെ അവരുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് വർക്കിനും അതടക്കമുള്ള ചൈൽഡ് കെയർ എല്ലാ വർക്കുകളിൽ നിന്നും സ്ത്രീകൾ എന്താക്കുന്നു, അവർ പിന്തിരിപ്പിക്കാൻ ഈ പാട്രിയാർക്കി. അപ്പോൾ പാട്രിയാർക്കി ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന പ്രകാരം പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അവരുടെ അവകാശമായിട്ടാണ് പറയുന്നത്, വിചാരം. ഓക്കെ, അപ്പോൾ പാട്രിയാർക്കി പുരുഷൻ ഉണ്ടെങ്കിൽ പുരുഷൻ സ്വഭാവമായിട്ട് അനുവദിക്കൂല. അപ്പോൾ പുരുഷ മേധാവിത്വ സമീപനാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വൺ ഫാർ റീച്ചിങ് റേഞ്ച് വിച്ച് എഫക്ട്സ് സൊസൈറ്റി നോട്ട് ഇൻഡിവിജ്വൽ അല്ലേ. അതായത് സമൂഹത്തിന് സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. ഏതെങ്കിലും വ്യക്തിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പുരോഗതി കൊടുത്തിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് പുരോഗതി ഉണ്ടെങ്കിൽ സമൂഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ എല്ലാ അർത്ഥത്തിലും മാറിയാൽ മാത്രമേ സ്ത്രീകൾക്കും പുരോഗതി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. വർക്ക് വിത്ത് ഓൾ അതർ ഗ്രൂപ്പ് നോട്ട് ജസ്റ്റ് മെൻ അല്ലേ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ സ്ത്രീ എന്നതിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളിൽ നിന്നും സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരുടെയും മനോഭാവത്തിനും പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം വേണമെന്നാണ് പറയുന്നത്. ബിക്കോസ് ഓപ്പറേഷൻ ഓഫ് വുമൺ ആസ് പാർട്ട് ഓഫ് ലാർജർ പാറ്റേൺ അല്ലേ. കാരണം എന്താണ്, സ്ത്രീകളുടെ ഓപ്പറേഷൻ, സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഏരിയ വളരെ വിശാലമാണ്. കേവലം പുരുഷനുമായി ബന്ധപ്പെട്ട സാധനം മാത്രമല്ല, എല്ലാ ഏരിയയിലും സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നത്. അത് സമൂഹത്തിന് സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വേണമെന്നാണ് പറയുന്നത്.
മാർക്സ് വൺ ക്ലാസ് ഓപ്പറേഷൻ ഓവർകം ജെൻഡർ ഓപ്പറേഷൻ വിൽ ഡിസപ്പിയർ അല്ലേ. മാർക്സ് പറയണത് വർഗം എന്ന അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ പീഡനങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും എന്താണ് ജെൻഡർ പ്രശ്നം ആൺപെണ്ണ ജെൻഡർ എന്ന അർത്ഥത്തിലുള്ള ഓപ്പറേഷനൊക്കെ ഇല്ലാതാവും. അപ്പോൾ ആ അർത്ഥത്തിലാണ് കാണുന്നത്. സംഭവം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വർഗം തൊഴിലാളികൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾ ആ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കപ്പെട്ടാൽ അതോടൊപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇത് ഫോക്കസ്ഡ് വുമൻസ് പൊസിഷൻ ഇൻ ലേബർ ഹോം ആൻഡ് വേജ് വർക്കിൽ ഇത് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ വീട്ടകങ്ങളൊക്കെ അവരിലൊക്കെ ആ സ്ഥലത്തൊക്കെ അവരുടെ പൊസിഷൻ സ്ത്രീകളുടെ പൊസിഷനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഹെർട്ട്മാൻസ് പറയുന്നുണ്ട് പ്രോബ്ലംസ് ഇൻ ഫാമിലി മാർക്കറ്റ് എക്കണോമിക് നോ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ. അതായത് സ്ത്രീകൾ കുടുംബങ്ങളിൽ മാർക്കറ്റുകളിൽ മറ്റ് സാമ്പത്തിക ഏരിയകളിൽ അത് തൊഴിൽ വിഭജന രംഗത്തൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പുരുഷനാണ് ആധിപത്യം, സ്ത്രീകൾ രണ്ടാം കിട എന്ന അർത്ഥത്തിൽ വിമൻ ഈസ് സുപ്പീരിയർ വുമൺ സബോർഡിനേറ്റ് എന്ന അർത്ഥത്തിൽ കാണുന്നത് ആണ് പ്രശ്നം. അതിന് ആ ഒരു മെൻറ്റാലിറ്റിക്കാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടത്. ഇനി മാർക്സിസ്റ്റ് ഫെമിനിസം എന്നുള്ള സാധനം പറയുന്നുണ്ട്. എന്താണ് ഓർത്തും ക്യാപിറ്റലിസ്റ്റ് ആൻഡ് മെയിൽ പ്രിവിലേജ് അല്ലേ. അതായത് ക്യാപിറ്റലിസം ഇല്ലാതാക്കിയാൽ ഈ ഒരു മുതലാളിത്ത സമീപനം ഇല്ലാതാക്കിയാൽ അതിലൂടെ ആണുങ്ങളുടെ പ്രിവിലേജ് ആണിൻ്റെ പ്രത്യേക അധികാരം എന്താണ് ഇല്ലാതാവും, സ്വാഭാവികമായിട്ട് ഇല്ലാതാവും എന്നാണ് പറയുന്നത്. ഫ്രെഡറിക് ഏഞ്ചൽസ് പിന്നെ ആരാണ് അഗസ്റ്റിക് ലെബൽ ദ ലിങ്ക് ബിറ്റ്വീൻ ജെൻഡർ ഓപ്പറേഷൻ ആൻഡ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ഇതാണ് അവിടെ ഒരു ബേസിൽ നമ്മൾ പറഞ്ഞല്ലോ. അതായത് ജെൻഡർ എന്ന അർത്ഥത്തിൽ പുരുഷ ലിംഗ അർത്ഥത്തിലുള്ള പീഡനങ്ങളും അതോടൊപ്പം തന്നെ വർഗരംഗത്തുള്ള ചൂഷണങ്ങളും. അപ്പോൾ സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിലുള്ള പുരുഷൻ്റെ അണ്ടറിൽ സ്ത്രീ ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് സ്ത്രീ സ്വഭാവമായിട്ട് പീഡനം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ. മുതലാളി തൊഴിലാളിയുള്ളതുകൊണ്ട് മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നതും സ്ത്രീ പുരുഷൻ എന്ന രണ്ടൊരു വർഗ്ഗം ഉള്ളതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ അടിച്ചമർത്തുന്നതും ഇത് തമ്മിൽ എന്തുണ്ട് ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നുള്ള ചാനലിൽ പറയുന്നുണ്ട് used during 1970 to describe theory and approach to achieve women's equality അല്ലേ. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ 1960 അത് രൂപം കൊണ്ടത്. എന്താണ് ഒരു തിയറിയും ഒരു അപ്രോച്ച് ഒരു സമീപനമൊക്കെയാണ് ടു അച്ചീവ് വുമൻസ് ഈക്വാലിറ്റി സ്ത്രീകളുടെ സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ ഫെമിനിസ്റ്റ് തിയറി അനലൈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഒപ്രഷൻ ഓഫ് വുമൺ ആൻഡ് ഒപ്രഷൻ ലൈക്ക് റേസിസം ആൻഡ് എക്കണോമിക് ഇൻജസ്റ്റിസ് അല്ലേ. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് തിയറി അനലൈസ് ചെയ്തത് എന്താണ്, അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സ്ത്രീകളെപ്പോലെ റൈസിസം രംഗത്ത് എക്കണോമിക് ഇൻജസ്റ്റിസ് സാമ്പത്തിക അനീതി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തമ്മിൽ എന്തിൻ്റെ കാര്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇനി ദ സോഷ്യലിസ്റ്റ് ബേസിസ് സോഷ്യലിസ്റ്റ് ഫോർ ഈക്വൽ സൊസൈറ്റി നോട്ട് എക്സ്പ്ലോയിറ്റ് പുവർ ആൻഡ് ലെസ് അല്ലേ. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സമത്വം പൂർണ്ണാർത്ഥത്തിൽ വേണം. ഇതൊരു ഗവൺമെൻറ് തിയറിയാണ്. എല്ലാവർക്കും സമത്വം, എല്ലാവർക്കും തുല്യ ജോലി തുല്യ വേതനം എന്നൊക്കെ പറയുന്ന തിയറിയാണ്. നോട്ട് എക്സ്പ്ലോയിറ്റ് പുവർ ആൻഡ് പവർലെസ് അല്ലേ. പാവപ്പെട്ടവർ അല്ലെങ്കിൽ പവറില്ലാത്ത ആളുകൾ ദുർബലരായ ആളുകളൊന്നും ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടരുത്. അതായത് ക്യാപിറ്റലിസം എന്താണ് ചെയ്യുന്നത് പോലെ ഉള്ള ചൂഷണങ്ങളൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെ ഒപ്രസ്ഡ് സെഷൻ ഓഫ് സൊസൈറ്റി അല്ലേ. സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നവരെ തിരിച്ചറിയുക എന്നതാണ് സോഷ്യലിസ്റ്റ് ബേസിസ്. പിന്നെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ഓഫ് വുമൺ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലേ. അതോടൊപ്പം തന്നെ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വളരെ മൗലികമായിട്ടുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെന്താണ് ജെൻഡർ അല്ല എല്ലാ ഓപ്പറേഷൻ്റെയും ബേസ്, എല്ലാ പീഡനങ്ങളുടെയും ബേസ് ജെൻഡർ അല്ല, അതിൽ വർഗം കൂടി കടന്നുകൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടു റെക്കഗ്നൈസ് സെക്സ് ഡിസ്ക്രിമിനേഷൻ വർക്ക് പ്ലേസ് ടു അച്ചീവ് ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ വുമൺ പെർ ക്ലാസ് അല്ലേ. അപ്പോൾ ഇവർ ശരിക്കും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെക്സ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീ പുരുഷ വിവേചനങ്ങൾ വർക്ക് പ്ലേസിൽ വർക്ക് പ്ലേസിൽ അല്ലേ അങ്ങനെ എന്താണ് ഈക്വാലിറ്റി ഉണ്ടാവണം, ജസ്റ്റിസ് ഫോർ വുമൺ അല്ലേ. പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി വേണം, പാവപ്പെട്ടവർക്ക് നീതി വേണം.
പിന്നെ വ്യത്യസ്ത ക്ലാസ്സുകളിൽപ്പെട്ട ആളുകൾ അല്ലേ, വർഗത്തിൽപ്പെട്ട ആളുകൾ, തൊഴിലാളികൾ മറ്റു വർഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ നീതി വേണം. അതോടൊപ്പം തന്നെ പവർലെസ് ആയ ആളുകൾ, ദുർബലരായ ആളുകൾ, അവർക്കൊക്കെ നീതി വേണം എന്നതൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഒരു ഭാഗം അവിടെ അവസാനിച്ചു. ഇനി റാഡിക്കൽ ഫെമിനിസം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.